Will AI replace chartered accountants? AI is driving efficiency and automation by function of jobs that is unlikely to automate many precise functions of chartered accountants will enhance complex financial AI technologies and decisions that automate many routine tasks such വിൽ എ ഐ റീപ്ലേസ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വേസ്റ്റ് ആവുമോ? ഈ ഒരു ക്വസ്റ്റൻ അഡ്രസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആസ്പെക്ട് നോക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് എ സി എ ആൻഡ് എ ഐ എന്താണെന്നുള്ളത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്താ ചെയ്യുക എന്നുള്ളത്, സി എൻ്റെ റോള് ഞാൻ ഇവിടെ കുറച്ച് സർവീസസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ICAൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തുള്ളതാണ്. ഭയങ്കര ടെക്നിക്കലായിട്ട് തോന്നുകയാണെങ്കിൽ ആ ഏരിയാസ് ഒന്നും നോക്കണ്ട. ഏറ്റവും ബേസിക് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് നിങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു റിക്വയർമെൻറ്റ് എന്താ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞു, ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് അവരെന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. ഏതൊക്കെ മെത്തേഡിലാണ് ഒരു ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നത്, അവർ ഏതൊക്കെ ലോ അവർക്ക് ആപ്ലിക്കബിൾ ആവും, അവർക്ക് ഏറ്റവും ആപ്റ്റായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡിൽ അവർക്ക് ഏത് ടൈപ്പാണ് ബിസിനസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു അഡ്വൈസ് കൊടുക്കേണ്ടിയുണ്ടാവും. ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെയാണ് അവർ ഇയർലി ബേസിസിൽ അല്ലെങ്കിൽ പീരിയോഡിക് ബേസിസിൽ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം നോക്കിയിട്ട് അതിൻ്റെ എല്ലാം ഫീസിബിലിറ്റി എല്ലാം നോക്കിയിട്ട് ത്രൂ ഔട്ട് അവർ ആ ബിസിനസ് നമ്മൾ അവരെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. ഇത് ഇൻ സിമ്പിൾ ലാംഗ്വേജ്. ഇനി എ ഐ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിൽ തന്നെ ഇൻ്റലിജൻസ് എന്താണ്? ഒരു കോൺസെപ്റ്റ്, ഒരു സംഭവം എന്താ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ട് ആ ഒരു പ്രോസസ്സ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ഇതിനിടയിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഏരിയാസിൽ ഒരു റീസണിങ്, നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സംഭവം നമ്മൾ ട്രൈ ചെയ്തിട്ട് അത് ഫെയിലായി കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ഫെയിലായി, അത് അടുത്ത ഒരു അറ്റംപ്റ്റിൽ അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ ഡിസിഷൻ മേക്കിങ്ങും പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റിമുലേറ്റിംഗ് പവർ നമ്മൾ നോളേജിൻ്റെ ബേസിസിൽ നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു സ്റ്റിമുലേറ്റിംഗ് പവർ നമ്മളൊരു കമ്പ്യൂട്ടറിന് കൊടുക്കുമ്പോൾ ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നൗ കമ്പ്യൂട്ടേഴ്സ് പണ്ട് മുതലേ ഒരുപാട് കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര സ്കിൽഡ് ആയിരുന്നു. അത് എങ്ങനെ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് ഇൻസ്ട്രക്ഷൻ്റെ ബേസിസിലായിരുന്നു കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഈ കാൽക്കുലേറ്റേഴ്സ് ആയാലും മെഷീൻസ് ആയാലും ഒക്കെ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനം അവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ബട്ട് അതൊക്കെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കൊടുത്ത പല പ്രോഗ്രാമിൻ്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് ബേസിക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കാമെന്ന് വെക്കാം. നമ്മളിപ്പോൾ പറയുകയാണ് ആ ഒരു വെഹിക്കിൾ ഒരു സിഗ്നൽ ലൈറ്റിൽ റെഡ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം, ഓറഞ്ച് കണ്ടു കഴിഞ്ഞാൽ അത് റെഡി ആവണം, പ്രിപ്പയർഡ് ആവണം. ഇപ്പോൾ ഗ്രീന് കത്തും, അത് കഴിഞ്ഞാൽ പോകണം, പ്രിപ്പയർഡ് ആവണം എന്നുള്ളത്, ഗ്രീൻ കത്തിയാൽ പോകണം എന്നുള്ള ഇങ്ങനെ ബേസിക് 3 ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ വെനെവർ ആ കാണുന്ന സിഗ്നൽസ് അതിന് കിട്ടിക്കഴിഞ്ഞാൽ അത് ആപ്റ്റായിട്ടുള്ള റെസ്പോൺസ് ട്രിഗർ ചെയ്യും, വെഹിക്കിൾ അതിനനുസരിച്ച് മൂവ് ചെയ്യും, സ്റ്റോപ്പൊക്കെ ചെയ്യും. ഒരു 90% പ്രോബ്ലം നമ്മളവിടെ ഒരു സോൾവ് ചെയ്തു. പക്ഷേ ദർ മൈറ്റ് കം ഏരിയാസ് വേർ നമ്മൾ ചിലപ്പോൾ പോകുന്ന സമയത്ത് ഒരു സിഗ്നൽ വർക്കേ ചെയ്യുന്നില്ല, അപ്പോൾ ആ സിസ്റ്റത്തിന് വേണ്ട ഇൻപുട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പല മാൽ ഫംഗ്ഷൻ കാരണം എല്ലാം കത്തുന്നുണ്ട്. ഓർ ദർ മൈറ്റ് ബി സിറ്റുവേഷൻ ചിലപ്പോൾ റെഡ് ലൈറ്റ് മാത്രം കുറേ മിനിറ്റിന് ഒരു അൺറീസണബിൾ ടൈമിന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ ഹ്യൂമൻസ് ചിലപ്പോൾ ഡിസിഷൻസ് എടുക്കും. നമ്മൾ വി കം ടു ദി കൺക്ലൂഷൻ ദാറ്റ് ഓക്കെ ഇത് മാൽ ഫംഗ്ഷനിങ് ആണ് എന്നുള്ള ബേസിസിൽ നമ്മൾ ചിലപ്പോൾ ഓക്കെ ആ സിഗ്നലിൻ്റെ റെസ്പോൺസിനൊന്നും വെയിറ്റ് ചെയ്യാതെ നമ്മൾ ചിലപ്പോൾ പോകും. കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടറിന് ബേസിക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടില്ല. ഹ്യൂമൻസ് ഇത് തിങ്ക് ചെയ്യണ പോലെ തന്നെ കമ്പ്യൂട്ടറിനും ആ കിട്ടിയ ഒരു റെസ്പോൺസിൻ്റെ ബേസിസിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? ഇത് ട്രെയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഫ് നമ്മൾ വളരെ മുന്നേ തൊട്ടേ ഇപ്പോൾ നമ്മൾ ചെസ്സൊക്കെ കമ്പ്യൂട്ടർ കളിക്കാറുണ്ട്. അതിന് പല ലെവൽസ് തന്നെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ചെസ്സ് നമ്മളൊരു ഹയർ ലെവൽ സ്കില്ല് നമ്മൾ തന്നെ അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹയർ ലെവലിൽ ഇട്ടിട്ട് നമ്മൾ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ചെസ്സൊക്കെ പല പ്രോബബിലിറ്റീസ്, പെർമിറ്റേഷൻ, കോമ്പിനേഷൻ, ഈ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ എന്നുള്ള കുറേ കാൽക്കുലേഷൻസ് നമുക്ക് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യാൻ പറ്റും ആ ചെസ്സിൻ്റെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ഒരാൾ. ബട്ട് അതിൽ തന്നെ ഇഫ് യു ഹാവ് ഒബ്സർവ്ഡ് ചില സിറ്റുവേഷൻസിൽ ചിലപ്പോൾ അവർ ഭയങ്കര ദുരന്തം ഒരു മൂവ് ചെയ്യും കമ്പ്യൂട്ടർ. നമ്മൾ തന്നെ ആലോചിക്കും ഇത്രയും ജീനിയസ് ആയിട്ടുള്ള ചെയ്താൽ ഇവിടെ മാത്രം എന്ത് പൊട്ടത്തരം ചെയ്തു എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു മൂവ് നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി, അവരൊരു ഓപ്പോണൻറ്റിനെ നമ്മൾ എടുത്തോടുകൂടി പിന്നെ അതിന് ഫോളോ ചെയ്യണം എല്ലാ മൂവും ചിലപ്പോൾ വൻ ദുരന്തേക്കരം, വൻ പലിച്ചേക്കാരം.
അതൊരു കമ്പ്യൂട്ടറിന് കൊടുത്ത ഇൻസ്ട്രക്ഷൻസിൽ വന്ന് ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്സ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ നിന്നൊരു ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ AI ഇന്ന് ചെസ്സിലും ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് AI ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുള്ള ചെസ്സിലും മിസ്റ്റേക്സ് വരുത്താനുള്ള ചാൻസസ് അവർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന പല കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പല പ്രോഗ്രാംസ്, സിരി, അലക്സ, വാട്ടെവർ, ഇതൊക്കെ ഒരു ആപ്റ്റ് റെസ്പോൺസ് നമുക്ക് തരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ AI ഇന്ന് നമ്മുടെ ഡെയിലി ബേസിസിൽ നമ്മുടെ ലൈഫിൻ്റെ പല പാർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്? ഇതൊക്കെ നമ്മൾ AIനെ ട്രെയിൻ ചെയ്യുകയാണ്. ഒരു കുട്ടീനെ, ഒരു ഹ്യൂമൻ ബേബീനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ചിലപ്പോൾ നമ്മൾ കുറേ ഇൻഫർമേഷൻ കൊടുക്കും. അതിൻ്റെ ബേസിസിൽ അവർ കുറേ റിയാക്ട് ചെയ്യാൻ തുടങ്ങും, പേഴ്സൺസുമായിട്ട്, ഒബ്ജക്റ്റുമായിട്ട്. അതിൻ്റെ ബേസിസിൽ അതിൻ്റെ ലേണിംഗ് നടക്കുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിനും ട്രെയിൻ ചെയ്യണം. കമ്പ്യൂട്ടറിനെ എങ്ങനെ ട്രെയിൻ ചെയ്യും? ഓർ നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് AIൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇത്രയും ഫാസ്റ്റ് ഫേസിൽ നടന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത്ര ടൈം എടുത്തു? വേരിയസ് റീസൺസ്. അതിലൊരു മെയിൻ റീസൺ, കമ്പ്യൂട്ടർ ഇന്നാണ് കുറച്ച് അത്യാവശ്യം നല്ല പവർഫുള്ളായി തുടങ്ങിയത്, അതിൻ്റെ കേപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ആയി തുടങ്ങിയത്. പണ്ടത്തെ സിസ്റ്റമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രോസസ്സറും പവറൊക്കെ നല്ല അത്യാവശ്യം കൂടിയിട്ടുണ്ട്. വൺ റീസൺ. സെക്കൻഡ് റീസൺ, കമ്പ്യൂട്ടറിന് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ, AIക്കാണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഡാറ്റ ഇന്ന് ഇൻ്റർനെറ്റിൽ ധാരാളം അവൈലബിൾ ആണ്. ആൻഡ് ആ ഡാറ്റ കോൺട്രിബ്യൂഷനിൽ നമ്മളും അറിഞ്ഞോ അറിയാതെ ആക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ്, അതിന് നമ്മൾ കൊടുക്കുന്ന ടാഗ്, അല്ലെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന കമൻറ്റ്സ്, അയക്കുന്ന മെസ്സേജസ്, ഇതൊക്കെ AIനെ ട്രെയിൻ ചെയ്യാൻ ഇൻപുട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സ് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. വെർബൈ ചിലപ്പോൾ ഹ്യൂമൻസിന് തന്നെ ഈ ട്രെയിനിങ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ AIക്ക് കൊടുക്കാനുള്ള ട്രെയിനിങ് തന്നെ പല കമ്പ്യൂട്ടർ റിസോഴ്സ് യൂസ് ചെയ്തിട്ടാവാം, പല സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാവാം. വെർബൈ ഇതൊക്കെ ചെയ്യുന്ന ഡെവലപ്പറിന് പോലും ചില സിറ്റുവേഷൻസിൽ അറിയുന്നുണ്ടാവില്ല ഇതിൻ്റെ ഔട്ട്കം എന്താ സംഭവിക്കാൻ പോകണം എന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ നമ്മൾ കാണുന്ന AI ഒക്കെ വി ക്ലാസിഫൈ ദം ആസ് വീക്ക് AI. വൈ ആർ ദേ നോൺ ആസ് വീക്ക് AI? നമ്മൾ ഹ്യൂമൻസിന് ഉള്ളതൊരു ജനറൽ ഇൻ്റലിജൻസ് ആണ്. അതായത് നമുക്ക് പല സംഭവങ്ങൾ ഒരേ സമയത്ത് പഠിക്കാൻ പറ്റും, മൾട്ടി ടാസ്കിങ്, ഒരുപാട് ഡിസിഷൻസ് ഒരേ സമയത്ത് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു AI ഇപ്പോഴും ഒരു തിയറട്ടിക്കൽ കോൺസെപ്റ്റ് മാത്രമാണ്. ആൻഡ് എക്സ്പേർട്സ് പറയണത് വെച്ചാൽ, വി നോട്ട് സെയിങ് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് ഇത് പോസിബിൾ ആണ്. ഒരു ടൈം എടുക്കും, ഒരു 20 years ടൈം ഒക്കെ എടുക്കും ഇങ്ങനത്തെ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യാനെന്നുള്ളത്. ഇനി അസ്യൂം അങ്ങനത്തെ ഒരു AI നമ്മൾ ഡെവലപ്പ് തന്നെ ചെയ്തു. പല സിറ്റുവേഷൻസിലും ഹ്യൂമണിന് ഒരുപാട് ഫോൾട്ട് സംഭവിച്ചേക്കാം. നമ്മൾ ചിലപ്പോൾ ടയേർഡ് ആയേക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തന്നെ പല AI തന്നെ ചിലപ്പോൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന അഡ്വൈസസിനേക്കാൾ ബെറ്റർ അഡ്വൈസസ് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസും ഇന്നിപ്പോൾ ഡെവലപ്പായി വരുന്നുണ്ടാവാം. സോ ഇസ് ഇറ്റ് ആക്ച്വലി എ കൺസേൺ? നമ്മൾ പേടിക്കാൻ മാത്രം ഉള്ളൊരു ഫാക്ടറാണോ? ഹൗ ഫാർ അതിന് ഗവൺമെൻറ് അലൗ ചെയ്യും? കാരണം ഇപ്പോൾ നമ്മൾ കൺട്രിയിലെ സിസ്റ്റംസ് തന്നെ നോക്കുകയാണെങ്കിൽ, ഞാൻ ഞങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലയൻറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് അവരുടെ റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി AIക്ക് ഇത്രയും നമ്മളെ കൺട്രിയിലെ നിയമങ്ങളൊക്കെ നോളേജ് അവർക്ക് ഉണ്ടാവണം. നോളേജ് അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാൻ ഒരു പണിയില്ല. ഒരു പേരാക്ടറല്ലോ അവർക്ക് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരതെല്ലാം പഠിച്ചെടുത്തോളും. സംഭവം അതൊക്കെ ഈസിയാണ്. പക്ഷേ ഇമാജിൻ സിറ്റുവേഷൻ വേർ ഇപ്പോൾ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയാലും ലോയേഴ്സ് ആയാലും അല്ലെങ്കിൽ ഏത് പ്രൊഫഷണൽ ആൾക്കാരായാലും നമ്മൾ ചിലപ്പോൾ ടാക്സ് പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ബേസിക് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് വേണ്ടി പറയണം, ടാക്സ് പ്ലാനിങ്ങിൻ്റെ അഡ്വൈസ് ഏരിയാസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം, വിച്ച് ആർ ലീഗൽ. ചില ആക്ടിൽ ചിലപ്പോൾ പറയാൻ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചില ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ബേസിൽ നമ്മൾ അഡ്വൈസ് കൊടുക്കുകയാണ്. ഇത് എല്ലാം റെഡിലി ഇന്നിപ്പോൾ ഒരു നിയമം പാസ്സായാൽ അതിൽ മിസ്സിങ് ഫാക്ടേഴ്സ്, ലൂപ്പ് ഹോൾസ് എല്ലാം മെഷീൻസ് AI റെഡിലി പബ്ലിക് ഇൻഫർമേഷൻ ആക്കി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലോ മേക്കേഴ്സിന് അക്കോർഡിംഗ്ലി ലോ കൊണ്ടും അമെൻഡ് ചെയ്യേണ്ടി വരും. ഓർ ഇനി ഒരു എത്തിക്കൽ അല്ലെങ്കിൽ ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസിൻ്റെ ഇടയിലുള്ള ഒരു ബാരിയർ, ഈ ഡിഫറൻസിയേഷൻ ഒരു ഹ്യൂമൻസിന് നമുക്ക് പ്രൊഫഷണൽ ബോഡീസിന് വെച്ചിട്ട് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഒരു പേഴ്സൺ മിസ്കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിന്ന് നമ്മുടെ നിയമത്തിൽ പ്രൊഫഷണൽസിനെ പണിഷ് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട്, അവർ ജയിലിലിടാനും പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനും. പക്ഷേ ഒരു AI എത്രമാത്രം എത്തിക്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് വർക്ക് ചെയ്യും? എത്തിക്സ് കൺസിഡർ ചെയ്യാത്ത ഹ്യൂമൻ ബീങ്സ് ഉണ്ട്. ദ പോയിന്റ് ദാറ്റ് ഐ ആം ട്രൈങ് ടു റേസ് ഓവർ ഹിയർ ഇസ് അവരൊക്കെ പണിഷ് ചെയ്യാനുള്ള നിയമങ്ങളും ഉണ്ട്. ഒരു കമ്പ്യൂട്ടറിനെ നിങ്ങൾ എങ്ങനെ പണിഷ് ചെയ്യും? ലൈക്ക് ഇപ്പോൾ നമ്മൾ കോൺസെപ്റ്റിൽ പറയാറുള്ള മാതിരി കമ്പനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കമ്പനിക്ക് മാക്സിമം നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന പെനാൽറ്റിയാണ്. കമ്പനിനെ പിടിച്ചാൽ നമുക്ക് ജയിലിടാൻ പറ്റൂല. ഇത്രയും കാലം നമ്മൾ ഫേസ് ചെയ്തത് ഈവൻ ഇഫ് ഒരു ഹ്യൂമൻ ബീങ് കമ്പ്യൂട്ടറിന് പിന്നിൽ നിന്ന് വർക്ക് ചെയ്താലും മിസ്കണക്ട് അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്യുന്നത് ആ പേഴ്സൺ ആണ്, ആ കമ്പ്യൂട്ടറല്ല. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊടുത്തൊരു കമ്പ്യൂട്ടർ ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഫ്രോഡ് അഡ്വൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഹൗ ആർ വി ഗോയിങ് ടു പണിഷ് ദം? ഗവൺമെൻറ് റിഗാർഡിംഗ് ദീസ് ഫാക്ടേഴ്സ് എന്തൊക്കെ റെഗുലേഷൻസ് ഇറക്കും? അപ്പോൾ അത് പബ്ലിക്കലി അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു AI എന്നുള്ള മോഡലൊക്കെ ആക്കുമോ, ഓർ അത്രയും ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാനുണ്ട്.
കാരണം ഒരുപാട് റിപ്പോർട്ട്സ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു 6-7 വർഷം മുന്നേ ഫേസ്ബുക്ക് തന്നെ ഡെവലപ്പ് ചെയ്തൊരു AI അവർക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ റീസൺ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ AI തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു, വിച്ച് അവർക്ക് മനസ്സിലാവുള്ളൂ, ഹ്യൂമൻസിന് മനസ്സിലാവില്ല എന്നുള്ളൊരു ലാംഗ്വേജ്. അപ്പോൾ ഇതിൻ്റെ ഒരു ത്രെറ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ അവർ വേഗം അതിനുള്ള പവർ സോഴ്സ് ഷട്ട് ഡൗൺ ചെയ്ത് ക്ലോസ് ചെയ്തു. നൗ ഇമാജിൻ എ സിറ്റുവേഷൻ വേർ കമ്പ്യൂട്ടേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സൂപ്പർ ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടേഴ്സ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻസ് എനിക്കുള്ള പവർ സോഴ്സ് ഷട്ട് ഡൗൺ ചെയ്താൽ എനിക്കൊരു ബാക്കപ്പ് പവർ സോഴ്സ് വേണ്ടി വരും, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവരെന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ഹൗ ആർ വി ഗോയിങ് ടു റെഗുലേറ്റ് ദം? ഇൻഫാക്ട് BBC തന്നെ വന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു UK ഗവൺമെൻറ് റിലീസ് ചെയ്തൊരു റിപ്പോർട്ട് വെർ ബൈ AI ഒരു പക്ഷേ ഹാക്കേഴ്സിന് സൈബർ ക്രൈംസ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്തേക്കാം, ഓർ ടെററിസ്റ്റിന് ചിലപ്പോൾ വല്ല കെമിക്കൽ അറ്റാക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അസിസ്റ്റ് ചെയ്തേക്കാം. ഇൻഫാക്ട് പല സയൻറ്റിസ്റ്റും എക്സ്പേർട്സും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് AI ചിലപ്പോൾ ഹ്യൂമൻസിനെ വരെ എക്സ്റ്റിങ്ക്റ്റിന് കാരണമായേക്കാം എന്നുള്ളത്. അപ്പോൾ ഓൾ ദീസ് ഫാക്ടേഴ്സ്, അപ്പോൾ നമ്മൾ നോക്കുന്നത് എത്രമാത്രം ഇതിന് ഡെവലപ്പ് ചെയ്യാൻ കൺട്രീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് അലോ ചെയ്യുമെന്നുള്ളത്. ഇനി കീപ്പിംഗ് ഓൾ ദീസ് ഫാക്ടേഴ്സ് അസൈഡ്, നമ്മൾ തന്നെ പഠിച്ചു വന്നിട്ടുള്ള ഒരു സംഭവം എക്കണോമിക്സിൽ, നമ്മൾ ഇപ്പോൾ ഏതൊരു പേഴ്സണും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ സർവീസസ് അല്ലെങ്കിൽ ബെറ്റർ പ്രൊഡക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ കമ്പ്യൂട്ടേഴ്സ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ജോബെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് എല്ലാത്തിലും AI വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. ആൻഡ് ക്യാഷ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് വർക്ക് ചെയ്യില്ല, കൺസ്യൂമേഴ്സ് ഉണ്ടാവില്ല. സോ നൗ അഗൈൻ ദി ക്വസ്റ്റ്യൻ ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സർവീസസ് കൊടുക്കുന്ന ആൾക്കാർ, പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആൾക്കാർ ആർക്ക് കൊടുക്കും എന്നുള്ളത്. എലോൺ മസ്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേ ബി ഒരു ഗ്ലോബൽ ബേസിക് ഇൻകം, ആൾക്കാർക്ക് എല്ലാവർക്കും പണിയെടുക്കാതെ പൈസ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനും ആവശ്യം വരും. സോ എക്സ്പെർട്സ് എല്ലാവരും പല സിറ്റുവേഷൻസിലും AI ഗ്രോത്തിനെ ഹോൾട്ട് ചെയ്യുന്ന, സ്റ്റോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് പലരും അഡ്വൈസും ചെയ്തിട്ടുള്ളത്. നൗ കീപ്പിംഗ് ഓൾ ദീസ് ഫാക്ടേഴ്സ്, വാട്ട് ആർ വി സപ്പോസ് ടു ഡു? നമ്മളെ പോയിന്റ് ഓഫ് വ്യൂന്ന് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നമ്മൾ ഇത്രയും കാലഘട്ടം എല്ലാം നോക്കുകയാണെങ്കിൽ അത് ഹ്യൂമൻസിന് പലപ്പോഴും ബെനിഫിഷ്യലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. ഓർ അത് ആരൊക്കെ ജോബിനെയാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കെയർഫുള്ളി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ വില്ലിങ് അല്ലാത്ത ആൾക്കാരെ മെയിൻലി ഈ വാട്ട് എവർ ടെക്നോളജി ഇത്രയും കാലം വന്നിട്ടുള്ളത് അത് റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. സോ എവല്യൂഷൻ ഇസ് ദ കീ ടു സക്സസ്. നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്ന പ്രോസസ്സാണ് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ ചെയ്യാനുള്ളത്. എത്ര നേരത്തെ നമുക്ക് വാട്ട് എവർ ടെക്നോളജി, ഇപ്പോൾ AI വന്നു കഴിഞ്ഞാലും അത് നമ്മളെ ജോബിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് എത്രമാത്രം നമുക്ക് ബെറ്റർ സർവീസസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ നോക്കാനുള്ളത്. ഇനി ഈ ഫാക്ടേഴ്സ് എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാലും ഇഫ് ഐ ആസ്ക് യു എ ബേസിക് ക്വസ്റ്റ്യൻ ഇൻ റിട്ടേൺ, ഓക്കെ, ഇഫ് നോട്ട് CA, നിങ്ങൾക്ക് CA ചെയ്യേണ്ട, ഈ ഒരു പേടിയുണ്ട്, ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഫ്യൂച്ചറിൽ വന്നിട്ട് നമ്മൾ ജോബൊക്കെ പോകുന്നുള്ള പേടിയുണ്ട്. ഇഫ് നോട്ട് CA, ടെൽ മീ സം ജോബ് നിങ്ങളുടെ മൈൻഡിലുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷൻ ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ AI ഒരിക്കലും റീപ്ലേസ് ചെയ്യൂല. സോ എനിക്കത് പെർസ്യൂ ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവ് സംതിങ് സോളിഡ്, അതിനൊരു ആൻസർ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ഗോ അഹെഡ് വിത്ത് ദാറ്റ്, പ്രൊസീഡ്. ഇഫ് യു ഡോണ്ട് ഹാവ് ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ, പിന്നെ നമ്മളിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എക്സ്ക്യൂസ് വാട്ട് എവർ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീപ്ലി നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക. അത് വെറും പഠിക്കാതിരിക്കാനുള്ള ഒരു മടി, ഒരു കാരണം മാത്രം നമ്മൾ ഉണ്ടാക്കുകയാണോ എന്നുള്ളത്. യെസ്, ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്, ആങ്ഷ്യസ് ആണ്, ബട്ട് അതിന് നമ്മൾ ഒരു പണിയില്ലാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സിറ്റുവേഷൻസ് കൊണ്ട് വേഴ്സ് ആക്കുള്ളൂ. കാരണം നമ്മൾ ഈ ഓരോ പെർസ്യൂ ചെയ്യുന്ന നോളജ് അല്ലെങ്കിൽ സ്കിൽ നമുക്ക് എവിടെ എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആകും നമുക്ക് പറയാനും പറ്റില്ല. മേ ബി നമ്മൾ ആ നോളജ് അക്യൂർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ടാകും. ചിലപ്പോൾ ആ പേർപ്പസ് നമുക്കത് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ആ സ്കില്ല് നമുക്ക് വേറെ ഒരുപാട് ഏരിയസിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന സിറ്റുവേഷൻസ് വന്നേക്കാം. ഞാൻ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പോയ ഒരു ട്രിപ്പിൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ അവിടെ ഒരു ഹി വാസ് ജസ്റ്റ് 1 day 2 day ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. ആൻഡ് നമ്മൾ ഈ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നിങ്ങനെ കുറച്ച് ടൈം നമ്മൾ ഹോസ്റ്റലിൽ സ്പെൻഡ് ചെയ്തപ്പോൾ ആൾ ഇരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്നോട് വർത്തമാനം പറഞ്ഞിങ്ങനെ വർക്ക് ചെയ്യാണ്. അപ്പോൾ മൂപ്പരെ കുറേ ക്ലയൻറ്റിൻ്റെ വർക്കെല്ലാം വന്നിട്ട് നൗ ഈസ് ലൈക്ക് ജസ്റ്റ് കുറച്ച് വേർഡ്സ് പ്രോംപ്റ്റ്സ് ഒക്കെ കൊടുത്തിട്ട് AI ആണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്രിയേറ്റ് ചെയ്ത കോണ്ടന്റിൽ വീണ്ടും കുറച്ച് പ്രോംപ്റ്റ് എല്ലാം കൊടുത്തിട്ട് സംഭവം എല്ലാം കുറച്ച് ട്വീക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് സാധനം റെഡി ആയി ക്ലയൻറ്റിന് അത് ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹി വാസ് ലൈക്ക് വർക്ക് ഈസ് വെരി സിമ്പിൾ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്ര പണിയുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് വേർഡ്സും സാധനമൊക്കെ കൊടുത്തിട്ട് ചെയ്യാവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആവശ്യം എന്തായിരുന്നു, നമുക്ക് തന്നെ സ്വയം ചെയ്താൽ പോലെ. 2 basic റീസൺ ഹി ടോൾഡ് മീ വാസ്, ഒന്ന്, ആൾക്കാർക്ക് ടൈമില്ല ഈ കാര്യങ്ങൾക്കൊന്നും. 2, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ലൈക്ക് ഓരോ ആൾക്കാരും അപ്പോൾ അവൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ മന്ത്ലി
പേയ്മെൻറ്റ് ഫീസ് മെമ്പർഷിപ്പ് ഫീ അല്ലെങ്കിൽ വാട്ട് എവർ അത് അക്യൂർ ചെയ്യാനുള്ള കോസ്റ്റ് ഹ്യൂജ് ആണ്. ഇവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പിന്നെ ഒരുപാട് ക്ലയൻസിന് കൊടുക്കാനുള്ളതുകൊണ്ട് ഇവനത് ഫീസിബിളുമാണ്. ആൻഡ് ഫ്രം ഹിസ് പോയിന്റ് ഓഫ് വ്യൂ വാട്ട് ഹി ടോൾഡ് മീ വാസ് ആളെ വർക്ക് ഇപ്പോൾ പണ്ടത്തിനേക്കാൾ എത്രയോ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുക ചെയ്തിട്ടുള്ളതെന്നാണ്. നൗ സ്പീക്കിംഗ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ വൺ തിങ് യൂണിറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് നമ്മൾ ലേണിംഗ് സ്റ്റേജ് വി ആർ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. നമ്മൾ ലേണിംഗ് പാസ്സാവണ വരെയുള്ളൂ, പാസ്സായി കഴിഞ്ഞാൽ പഠിക്കാനില്ല, അങ്ങനെ കോൺസെപ്റ്റ് അല്ല. നമ്മൾ ലേണിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്ഡേറ്റ്സ് വന്നുകൊടുക്കുന്നുണ്ട്, അത് ഫുള്ള് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. ICA വരെ കമ്പൽസറി CPA സെമിനാർസ് കമ്പൽസറി അറ്റൻഡൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻസിനുണ്ട്. പ്ലസ് റീസെൻ്റ്ലി റിലീസ് ചെയ്തൊരു പ്രസ് കോൺഫറൻസിലും ICA പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലബസിൽ തന്നെ AI ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വിച്ച് ആർ യൂസ്ഫുൾ ടു മെമ്പേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്ന്. സോ ദീസ് ആർ ഓൾ ഏരിയാസ് വേർ ICAൻ്റെ സൈഡിൽ നിന്ന് അവർ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ഇത്രയും പഠിക്കാനുള്ള എഫേർട്ട് നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ AI വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇനി വാട്ട് എവർ ചേഞ്ചസ് ദാറ്റ് ആർ റിക്വയർഡ് അഡീഷൻസ് ചെയ്യാനുള്ളത് ഡെഫിനറ്റ്ലി അതും നമുക്ക് ചെയ്യാൻ പറ്റും. വി ആർ CS സ്റ്റുഡൻസ്, നമ്മളൊരിക്കലും നമ്മളെ വാല്യൂ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് അനദർ ഫാക്ടർ ടു യുവർ അറ്റൻഷൻ. അതായത് ഇന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയ ലക്ഷറിയസ് ബ്രാൻഡ്സ് ഓഫ് വെഹിക്കിൾസിൽ വൺ ഓഫ് ദി കോമൺ നെയിം ആരെയും മൈൻഡിൽ പെട്ടെന്ന് വരാവുന്ന ഒരു പേരാണ് റോൾസ് റോയ്സ്. ആൻഡ് റോൾസ് റോയ്സിൻ്റെ തന്നെ മേജർ പ്രൊഡക്ഷൻ ലൈനിൽ മേജർ പാർട്സ്, ഇൻഫാക്ട് ഇഫ് ഐ എം നോട്ട് റോങ്, അവരെ പെയിൻറ്റിങ് പ്രോസസ്സ് മാത്രമേ മെഷീൻസ് ചെയ്യുന്നുള്ളൂ, ബാക്കി കോമ്പണൻസ് ഫുള്ള് മെയ്ഡ് ബൈ ഹാൻഡ് എന്നാണ് പറയുന്നത്. Is it because machines cannot do better than humans? Yes എന്നാണ് അവരുടെ റിപ്പോർട്ട്സൊക്കെ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു പോയിന്റ്. അവർ ഇന്ന് മറ്റ് വെഹിക്കിൾസ് വെച്ച് നോക്കുമ്പോൾ അവരെ പെർഫോമൻസ് ഫാക്ടേഴ്സിലെല്ലാം ആ ഹ്യൂമൻ ഹാൻഡ് വരുമ്പോഴുള്ള ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ അത് പക്ഷേ മെഷീനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം ഇല്ല എന്നാണ് പല റിപ്പോർട്ട്സിലും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവിടെ ഈ സെഷനിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഇൻ ദി എൻഡ് ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് ബൈ സെയിങ് നോ യുവർ വാല്യൂ. ലേസി ആയിട്ടിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്, കിടന്നുറങ്ങാൻ ഒരുപാട് ടൈം കിടന്നുറങ്ങാൻ നല്ല എളുപ്പമാണ്, ഇൻസ്റ്റയിൽ റീല് സ്ക്രോൾ ചെയ്യാനും സോഷ്യൽ മീഡിയ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ അത് കുറച്ച് എഫേർട്ട് ഇൻവോൾവ് തന്നെയാണ്. അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ഡൾ ആയിരിക്കും, അതിൻ്റെ ഇടയിൽ ട്രിപ്പ് പോകാനും ഫ്രണ്ട്സോട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇൻ ദി എൻഡ് നമ്മുടെ ലൈഫിൽ വെൻ വി ലുക്ക് ബാക്ക് ഇൻ ലൈഫ് നമ്മൾ അച്ചീവ് ചെയ്ത ഓരോ സക്സസ് ആ പാത്ത് അതേ നമുക്കൊരു അക്കംപ്ലിഷ്മെൻറ്റ് ഫീലിംഗ്, ഒരു വാല്യൂ ഫീലിംഗ് കിട്ടാനുണ്ടെങ്കിൽ അതേ നമുക്ക് തരാനുണ്ടാവുള്ളൂ. വി ഹാവ് ടു പെർസ്യൂ ഡൂയിങ് സംതിങ്. ഒരുപാട് കാലമായിട്ടുള്ളതാണ് ഈ ഹ്യൂമൻ സ്പീഷീസ് എന്നുള്ളത്. ആൻഡ് ഹ്യൂമൻ സ്പീഷീസ് എവോൾവ് ആവും. പലരും നമുക്ക് വി ആർ ഗിവൺ ദ കേപ്പബിലിറ്റി ടു നമുക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ലേസിനെസ് എന്നുള്ള പോയിന്റും നമുക്ക് ഇൻഹറൻ്റ് ആയിട്ട് തന്നിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. അത് ഓവർകം ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ വാല്യൂ, പുട്ട് ഇൻ യുവർ എഫേർട്സ്. നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്ക് കിട്ടും ചെയ്യും. ഫ്യൂച്ചറിൽ വരാനുള്ള വാട്ട് എവർ അൺസർട്ടനിറ്റി കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് അപ്പോൾ നോക്കുക.